ഓൾ ചിലരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നു നെയ്മർക്ക് 2026 വേൾഡ് കപ്പില് ബ്രസീൽ ടീമിൽ സ്ലോട്ട് ഇല്ല എന്ന്. പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത്. എനിക്ക് അറിയില്ല അവരെന്താ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നത് എന്നുള്ളത്. കാരണം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നെയ്മറെ ബ്രസീലിന് ആവശ്യമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവർ നെയ്മറുടെ കളി കാണാത്തത് കൊണ്ട് തന്നെ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ബാക്ക് ആൻസർ ചെയ്യുമായിരിക്കും, അതിന് നെയ്മറിനോട് കളിക്കാൻ പറ, സായി പണ്ണം പറഞ്ഞ പോലെ നെയ്മറോട് കളിക്കാൻ പറ എന്നാലല്ലേ കാണാൻ പറ്റൂ എന്ന് പറയായിരിക്കും. പക്ഷെ ഇത് ഫുട്ബോളാണ്, പരിക്കുകൾ സർവ്വസാധാരണമാണ്. നെയ്മറോളം പരിക്കുകൾ പറ്റിയിട്ടുള്ള മറ്റൊരു പ്ലെയർ ഒന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിക്കരുത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നെയ്മർക്ക് പറ്റുന്ന പരിക്കുകൾ പോലെ ഇവിടുത്തെ പല പ്രമുഖർക്കുമായിരുന്നു പറ്റിയിരുന്നതെങ്കിൽ അവരൊന്നും ഇന്ന് ആനയാടും കുതിരയും തേരും ഒന്നും ആവത്തില്ലായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും പരിക്ക് പറ്റിയിട്ട് ഒരാള് കളിക്കളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നടത്തേണ്ട പ്രകടനമാണോ നെയ്മർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും പരിക്ക് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഇനി പുള്ളി വന്നൊന്ന് സെറ്റ് ആവണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല, പുള്ളി സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോ വന്ന് വലിയൊരു പരിക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം ഒരു 3 മത്സരങ്ങളെ സാന്റോസിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഏകദേശം 4-5 ഗോൾ അടിച്ചു, 2-3 അസിസ്റ്റ് ആയി. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ആൻസലോട്ടിക്ക് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതിൽ കൂടുതൽ എന്താ തെളിയിക്കേണ്ടത് പുള്ളി? പിന്നെ ഇന്ന് പുലർച്ചെ 4 മണിക്ക് നടന്ന മത്സരം ഹാട്രിക് അടിച്ചു. അതായത് ഇങ്ങനെ റെലഗേഷന്റെ വക്കിൽ നിൽക്കുകയാണ് സാന്റോസ്. അപ്പൊ ഞാൻ എന്തായാലും ടീമിനെ റെലഗേറ്റ് ആവത്തില്ല എന്ന് പുള്ളി ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തേക്കുന്ന പോലെയാണ് കളിക്കുന്നത്. ഹാട്രിക് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടു കാണും. പിന്നെ നമ്മൾ നെയ്മർ ഫാൻസ് ഒരു കാര്യം പറയാം, നമ്മൾ കണ്ടായിരുന്നു ഫിഫയുടെ പോസ്റ്റർ, വേൾഡ് കപ്പ് പോസ്റ്ററൊക്കെ കണ്ടു. റൊണാൾഡോ ഇല്ലാഞ്ഞതിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടത്തി. റൊണാൾഡോയെ പോസ്റ്ററിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ 2 പോസ്റ്ററിലും നെയ്മർ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മളാരും ഒന്നും മിണ്ടാൻ പോയിട്ടില്ല. കാരണം 2026 ഫിഫ നെയ്മർക്ക് വേണ്ടി മാത്രം ഒരു പോസ്റ്റർ ചെയ്യുന്നതായിരിക്കും. അത് വേൾഡ് കപ്പും പിടിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഫിഫ ചെയ്തിരിക്കും. ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള പരിപാടി ഫിഫ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കോ. താങ്ക് യു.